കഴിഞ്ഞ എപ്പിസോഡിൽ സൈക്സ് രക്ഷപ്പെടാനുള്ള ഒരു വിഫല ശ്രമം നടത്തി ചിമ്മീൻ്റെ നേരെ കയറ് കെട്ടി ചാടാൻ നോക്കിയപ്പോൾ അയാൾ കഴുത്തിൽ ആ കയറ് കുരുങ്ങി അയാൾ മരിച്ചു. നല്ല പട്ടിയും അയാളും നിൽക്കുന്നൊരു സീനാണ് അതിൽ. ദ എൻഡ് ഓഫ് ദ മിസ്റ്ററി, അവസാനം ഓഫ് ദ മിസ്റ്ററി, നിഗൂഢതയുടെ അവസാനം. ദ നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം, ഒലിവർ ട്രാവൽഡ് മിസ്റ്റർ ബ്രൗൺലോ. അതായത് ഒലിവറിനെ സംബന്ധിച്ചോളം ഇപ്പോഴും നിഗൂഢതയാണ് അല്ലേ, കാര്യങ്ങളൊന്നും ഒലിവറിന് ഇപ്പോഴും മനസ്സിലായില്ല, എന്താ നടക്കുന്നൊരു പിടിയില്ല അല്ലേ. ഒലിവർ ട്രാവൽഡ് വിത്ത് ബ്രൗൺലോ, ബ്രൗൺലോൻ്റെ കൂടെ യാത്ര ചെയ്തു. ഡോക്ടർ ലെസ്ബേൺ ഉണ്ട്, മിസ്റ്റർ മെയ്ലി ഉണ്ട്, മിസ്സസ് മെയ്ലി ഉണ്ട്, ആൻഡ് റോസ് ബാക്ക് ടു ഹിസ് ബർത്ത് പ്ലേസ്. അയാളുടെ ജന്മസ്ഥലത്തിലേക്ക് ഇവരെല്ലാവരും കൂടെ പോയി. ഹി ഹാഡ് ബീൻ ടോൾഡ് എ ലിറ്റിൽ ഓഫ് ഹിസ് ഹിസ്റ്ററി. കുറച്ചൊക്കെ അതിൻ്റെ ചരിത്രക്കാരനോട് പറഞ്ഞിരുന്നു. ആൻഡ് ന്യൂ ദാറ്റ് ദർ വുഡ് ബി മോർ എക്സ്പ്ലനേഷൻസ് അറ്റ് ദ എൻഡ് ഓഫ് ഹിസ് ജേർണി. ആൻഡ് ന്യൂ ദാറ്റ്, ഞാൻ അറിയാം, ദാറ്റ് ദർ വിൽ ബി മോർ എക്സ്പ്ലനേഷൻ, കൂടുതൽ വിശദീകരണങ്ങളുണ്ടാവും അറ്റ് ദ എൻഡ് ഓഫ് ഹിസ് ജേർണി, അതിൻ്റെ യാത്രയുടെ അവസാനം. ഹി വാസ് ആങ്ഷ്യസ് ആൻഡ് അൺസേർട്ടൺ. അവന് അധികം ആങ്ഷ്യസ് ആയിരുന്നു, ജിങ്ഷ്യാസ് ഉണ്ടായിരുന്നു, ആൻഡ് അൺസേർട്ടൺ, ഉറപ്പില്ലാത്ത പോലെ. വണ്ടറിങ്, അത്ഭുതത്തോട് കൂടെ, വാട്ട് ഹി വുഡ് ഹിയർ, എന്തായിരിക്കും അവിടെ ചെന്ന് കേൾക്കുക എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചിട്ട്. ബട്ട് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ ജേർണി, പക്ഷേ ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ ജേർണി, ആ യാത്രയുടെ അവസാനം, ഹി ബെഗിൻ ടു റെക്കഗ്നൈസ്, അയാൾക്ക് മനസ്സിലാവാൻ തുടങ്ങി, ഫെമിലിയർ പ്ലേസസ്, പരിചയമുള്ള സ്ഥലങ്ങൾ, ആൻഡ് ഇൻ ഗ്രേറ്റ് എക്സൈറ്റ്മെൻറ്റ്, വളരെയധികം സന്തോഷത്തോടു കൂടി, പോയിൻ്റ് അറ്റ് ദം, അവരോട് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, ഔട്ട് ടു, അവിടെ പുറത്തേക്ക്, ടു റോസിനോട്. There was the path he had taken when he had run away. ഇതായിരുന്നു ആ വഴി, he had taken, അന്നെടുത്ത വഴി, when he had run away, അവൻ ഓടിപ്പോയപ്പോൾ. There across the field, അതായത് ഫീൽഡിലും പാടത്തിൻ്റെ അപ്പുറത്ത്, was the baby farm, അവിടെ ചെറിയൊരു ഫാമുണ്ട്, ചെറിയൊരു കൃഷിസ്ഥലമുണ്ട്. Then as they drove into the town, അവർ ടൗണിലേക്ക് പോയപ്പോൾ, he saw the house of Mr. Soberry. അവർ സോബറിൻ്റെ വീട് കണ്ടു, ദ അണ്ടർടേക്കർ, ശവപ്പെട്ടി കച്ചവടക്കാരൻ്റെ അയാളുടെ, ആൻഡ് ദ വർക്ക് ഹൗസ്, മാത്രമാണ് കുറച്ച് വർക്ക് ഹൗസ് ഉണ്ടായിരുന്നു അത്, ആൻഡ് ഹാഡ് ബീൻ ഹിസ് പ്രിസൺ, അത് അവൻ്റെ എന്തായിരുന്നു, പ്രിസണായിരുന്നു, അത് ജയിലായിരുന്നു അല്ലേ, കാരാഗൃഹമായിരുന്നു. ദേ സ്റ്റോപ്ഡ് അറ്റ് ദ ബിഗ്ഗസ്റ്റ് ഹോട്ടൽ, ഒരു ആ പ്രദേശത്തെ ഏറ്റവും വലിയ ഹോട്ടലിൻ്റെ മുന്നിൽ നിന്നു, ഇൻ ദ ടൗൺ, ആ ടൗണിലുള്ള, ആൻഡ് വെൻറ്റ് ഇൻ ടു ദർ റൂംസ്, അവർ റൂമിലേക്ക് പോയി. ഡ്യൂറിങ്, ഈ സമയത്ത് ഡിന്നറിൻ്റെ സമയത്ത്, മിസ്റ്റർ ബ്രൗൺലോ സ്റ്റേഡ് ഇൻ എ സെപ്പറേറ്റ് റൂം. മിസ്റ്റർ ബ്രൗൺലോ സ്റ്റേഡ്, താമസിച്ചത് ഇൻ എ സെപ്പറേറ്റ് റൂം, വേറെ റൂമിലായിരുന്നു. ആൻഡ് ദ എൽഡർ മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ് വെൻറ്റ് ഇൻ ആൻഡ് ഔട്ട് വിത്ത് സീരിയസ് ഫേസസ്. അപ്പോൾ അതിനുള്ളിൽ ഭയങ്കര ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദ ഓൾഡർ മെമ്പേഴ്സ്, പ്രായമുള്ള അതിലുള്ള മെമ്പർമാർ ഓഫ് ദ ആ ഗ്രൂപ്പിലെ മെമ്പർമാർ വെൻറ്റ് ഇൻ, അകത്തേക്ക് പോയി, ആൻഡ് ഔട്ട്, പുറത്തേക്ക് വന്നു, വിത്ത് സീരിയസ് ഫേസസ്, വളരെയധികം സീരിയസ് ആയിട്ടുള്ള മുഖഭാവമായിട്ട്. മിസ്സസ് മെയ്ലി കെയിം ബാക്ക് വിത്ത് ഹെർ ഐസ് റെഡ് ഫ്രം ക്രൈങ്. മിസ്സസ് മെയ്ലി തിരിച്ചു വന്നു, വിത്ത് ഹെർ ഐസ്, അവളുടെ കണ്ണുകളുമായിട്ട്, റെഡ് ഫ്രം ക്രൈങ്, കരഞ്ഞുകൊണ്ട്, ചുവന്ന കണ്ണുകളുമായിട്ട് മിസ്സസ് മെയ്ലി പുറത്തേക്ക് വന്നു. ആൻഡ് ഹിസ് മെയ്ഡ് റോസ്, ആൾ ദിസ് മെയ്ഡ് റോസ് ആൻഡ് ഒലിവർ, ഇത് റോസിനെയും ഒലിവറിനെയും, ഹു ഹാഡ് നോട്ട് ബീൻ ടോൾഡ്, അവരോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, എനി ന്യൂ സീക്രട്ട്, പുതിയ രഹസ്യങ്ങളൊന്നും. വെരി നെർവസ് ആൻഡ് അൺകംഫർട്ടബിൾ, വളരെയധികം അവർ മനസ്സമ്മർദ്ദത്തിലായിരുന്നു, അൺകംഫർട്ടബിൾ, അസ്വസ്ഥമായിരുന്നു. അറ്റ് 9 o'clock ഡോക്ടർ ലെസ്ബേൺ, 9 മണിയായ സമയത്ത് ഡോക്ടർ ലെസ്ബേൺ ആൻഡ് മിസ്റ്റർ ബ്രൗൺലോയും ബ്രോട്ട് മോങ്സ് ഇൻ ടു ദ റൂം, മോങ്സിനെ ആ റൂമിലേക്ക് കൊണ്ടുവന്നു. ഒലിവർ വാസ് വെരി സർപ്രൈസ്, ഒലിവർ വളരെയധികം അത്ഭുതപ്പെട്ടു. ദിസ് വാസ് ദ സെയിം മാൻ ഹി ഹാഡ് ബംപ്ഡ് ഇൻ ടു വൺസ് ഔട്ട്സൈഡ് ദ പബ്. ദിസ് ഈസ് ദ സെയിം മാൻ, കൂട്ടിമുട്ടിയിരുന്നു അവർ, ആ സെയിം അതേ മനുഷ്യനാണ്. ഈ ഹാഡ് ബംപ്ഡ്, അയാൾ കൂട്ടിമുട്ടി, ഇൻ ടു ദ വൺസ് ഔട്ട്സൈഡ് പബിൻ്റെ അടുത്ത്, പുറത്ത്. ആൻഡ് സീൻ അനദർ ടൈം വിത്ത് ഫാഗിൻ, മാത്രമല്ല പിന്നെ ഒരു പ്രാവശ്യം കൂടി കണ്ടിട്ടുണ്ട് വിത്ത് ഫാഗിൻ്റെ കൂടെ. ലുക്കിംഗ് അറ്റ് ഹിം ത്രോ ദ വിൻഡോ ഓഫ് ദ കൺട്രി കോട്ടേജ്, നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ത്രോ ദ വിൻഡോ, ജനലിലൂടെ, ഓഫ് ദ കൺട്രി കോട്ടേജ്, ആ കൺട്രി കോട്ടേജിൽ. ഒലിവർ വാസ് ടോൾഡ് ദാറ്റ് മോങ്സ് വാസ് ഹിസ് ഹാഫ് ബ്രദർ, ഒലിവറോട് പറഞ്ഞു കൊടുത്തിരുന്നു ദാറ്റ് മോങ്സ് വാസ് ഹിസ് ഹാഫ് ബ്രദർ, ഹാഫ് ബ്രദറാണ്
പകുതി സഹോദരനാണെന്ന് പറഞ്ഞിരുന്നു. ആൻഡ് ദ ബോയ് സ്റ്റേഡ് അറ്റ് ഹിം ഇൻ ഷോക്ക്. ആ കുട്ടി സ്റ്റേഡ് അറ്റ് ഹിം, അയാളെ തറച്ച് നോക്കി ഇൻ ഷോക്ക് അടിക്കുന്ന രീതിയിലാണ്. അത് പെട്ടെന്ന് ഷോക്കിനെ ഉപയോഗിക്കല്ലേ, നമുക്കാരും വിശദീകരിച്ചേണ്ട ആവശ്യമില്ല. ആൻഡ് അമേസ്മെൻറ്റ്, അത്ഭുതത്തോടും കൂടി. മോങ്സ് ലുക്ക്ഡ് ബാക്ക് അറ്റ് ഹിം വിത്ത് ഹേറ്റഡ്. അപ്പോൾ മോങ്സ് തിരിച്ചു നോക്കി അറ്റ് ഹിം, അതിൻ്റെ അടുത്തേക്ക്, വിത്ത് ഹേറ്റഡ്, വെറുപ്പോട് കൂടി. വി ഹാവ് ദ ഹോൾ സ്റ്റോറി ഹിയർ ഇൻ ദിസ് പേപ്പേഴ്സ് സെഡ് മിസ്റ്റർ ബ്രൗൺലോ. വി ഹാവ്, നമുക്കുണ്ട്, ദ ഹോൾ സ്റ്റോറി, ദ ഫുൾ സ്റ്റോറി ഉണ്ട് ഹിയർ ഇൻ ദിസ് പേപ്പേഴ്സ്, ഈ പേപ്പേഴ്സിലുണ്ട്, ഫുൾ സ്റ്റോറി ഇതിലുണ്ട്. സെഡ് മിസ്റ്റർ ബ്രൗൺലോ പറഞ്ഞു, പുട്ടിങ് ദം ഓൺ ദ ടേബിൾ വെച്ചുകൊണ്ട്. ഓൾ വി നീഡ് നൗ ഈസ് ഫോർ യു ടു സൈൻ ദ മോങ്സ്. ആൾ വി നീഡ്, ഇപ്പം ഞങ്ങൾക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഈസ് ഫോർ യു ടു സൈൻ, അതിൽ ഒപ്പിടുക, മോങ്സ് ഒപ്പിടുക. ആൻഡ് ടെൽ ഒലിവർ വാട്ട് ഹാപ്പൻഡ്. മാത്രമല്ല ഒലിവറിനോട് പറയുക വാട്ട് ഹാപ്പൻ, എന്താണ് സംഭവിച്ചു എന്നുള്ളത്. മോങ്സ് സ്റ്റാർട്ടഡ് ഹെസിറ്റൻ്റ്ലി. മോങ്സ് ഇങ്ങനെ പെട്ടെന്ന് ഹെസിറ്റൻ്റ്ലി നോക്കാം ഡിക്ഷണറി. ഇൻ എ ടെൻറ്റേറ്റീവ് ഓർ അൺഷുവർ മാനർ. ഇതിങ്ങനെ ഉപയോഗിച്ച് പോരാറുണ്ട് സാധാരണ, കൃത്യമായൊരർത്ഥം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഇൻ എ ടെൻറ്റേറ്റീവ് ഓർ അൺഷുവർ മാനർ, ഉറപ്പില്ലാത്ത പോലെ എന്നുള്ള രീതിയിൽ, ഉറപ്പില്ലാത്ത പോലെ. മോങ്സ് സ്റ്റാർട്ടഡ് ഹെസിറ്റൻ്റ്ലി. മൈ ഫാദർ ഹാഡ്, എൻ്റെ അച്ഛൻ arrived in Italy എത്തി ടു കളക്ട് ദ മണി ഹി ഹാഡ് ഇൻഹെറിറ്റഡ്. അയാൾക്ക് കിട്ടിയിട്ടുള്ള പണം എടുക്കുന്നതിന് വേണ്ടിയിട്ട്, അത് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട്. വെൻ സഡൻലി ഹി ഫെൽ ഇൽ, അയാൾ പെട്ടെന്ന് അസുഖം ബാധിച്ചപ്പോൾ, വെൻ ഹി ഡൈഡ്, അയാൾ മരിച്ചപ്പോൾ, വി ഫൗണ്ട് 2 പേപ്പേഴ്സ് ഇൻ ഹിസ് ഡെസ്ക്. ഞങ്ങൾ 2 കടലാസുകൾ അയാൾ ഡെസ്കിൽ കണ്ടിരുന്നു. വൺ വാസ് എ ലെറ്റർ ടു ഹിസ് ഗേൾ. ഒന്ന് ഒരു ലെറ്ററായിരുന്നു ടു ഹിസ് ഗേൾ, അയാളുടെ കല്യാണം കഴിക്കാൻ പോണ പെൺകുട്ടികൾ. ദ അതർ വാസ് എ വിൽ. മറ്റുള്ളത് ഒരു വില്ലായിരുന്നു, ഒരു നമ്മൾ വിൽപത്രമായിരുന്നു. വാട്ട് വാസ് ദ ലെറ്റർ ആസ്ക്ഡ് മിസ്റ്റർ ബ്രൗൺലോ. ലെറ്റർ എന്തായിരുന്നു ആസ്ക്ഡ് മിസ്റ്റർ ബ്രൗൺലോ ചോദിച്ചു. ഇറ്റ് വാസ് റിട്ടൺ വെൻ ഹി വാസ് ഇൽ. അത് എഴുതിയിട്ടുള്ളത് വെൻ ഹി വാസ് ഇൽ, അയാൾ സുഖമായി ബാധിച്ച് കിടന്ന സമയത്തായിരുന്നു. ടെല്ലിങ്, പറഞ്ഞുകൊണ്ട്, ദ ഗേൾ ഹൗ അഷെയിംഡ് ഹി വാസ് ദാറ്റ് ഷീ വാസ് പ്രഗ്നൻറ്റ്. ദ ഗേൾ ഹൗ അഷെയിംഡ്, പെൺകുട്ടിക്ക് എത്രമാത്രം ലജ്ജയുണ്ടായിരുന്നു. ഹി വാസ് ദാറ്റ് ഷീ വാസ് പ്രഗ്നൻറ്റ്, അവൾ ഗർഭിണിയാണ് എന്നുള്ളത് കൊണ്ട്. ഹി ആസ്ക്ഡ് ഹെർ നോട്ട് ടു റിമെമ്പർ ഹിം ആസ് എ ബാഡ് മാൻ ബട്ട് ആസ് സം വൺ ഹു ഹാഡ് മെയ്ഡ് എ മിസ്റ്റേക്ക്. അപ്പോൾ അവർ കല്യാണം ഉറപ്പിച്ചിട്ടേ ഉള്ളൂ, കല്യാണം കഴിച്ചിട്ടില്ല. ഹി ആസ്ക്ഡ് ഹെർ, അവൾ പറഞ്ഞു, ടു റിമെമ്പർ, ഓർക്കാൻ. ആൻഡ് ബാഡ് മാൻ, ഒരു മോശക്കാരനെന്ന് വിചാരിക്കരുത്. ബട്ട് ആസ് സം വൺ ഹു ഹാഡ് മെയ്ഡ് മിസ്റ്റേക്ക്, ഞാനൊരു മിസ്റ്റേക്ക് ചെയ്ത ഒരാളായിട്ട് മാത്രമേ കാണാൻ പാടുള്ളൂ. ഹി റിമൈൻഡഡ് ഹെർ, അവളെ ഓർമ്മിപ്പിച്ചു, ഓഫ് ദ ഡേ, ആ ദിവസത്തെക്കുറിച്ച്. ഹി ഹാഡ് ഗിവൺ ഹെർ ദ ലോക്കറ്റ് ആൻഡ് ദ റിംഗ്, അവൾക്ക് ലോക്കറ്റും റിങ്ങും കൊടുത്ത ദിവസത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. ഒലിവേഴ്സ് ടീയേഴ്സ് ഫെൽ ഫാസ്റ്റ് ആൻഡ് ഹി ലിസൺ ടു ദ സ്റ്റോറി ഓഫ് ഹിസ് ഫാദർ. ഒലിവറിൻ്റെ കണ്ണുനീരിങ്ങനെ ഒഴുകാൻ തുടങ്ങി. ആൻഡ് ഹി ലിസൺഡ്, അയാളിങ്ങനെ ശ്രദ്ധിച്ചു, ടു ദ സ്റ്റോറി ഓഫ് ഹിസ് ഫാദർ, അയാളുടെ അച്ഛൻ്റെ കഥയിലേക്ക്. ആൻഡ് വാട്ട് അബൌട്ട് ദ വിൽ, ആ വിൽപത്രം എവിടെ, എന്തായിരുന്നു? വാട്ട് അബൌട്ട് ദ വിൽ ആസ്ക്ഡ് മിസ്റ്റർ ബ്രൗൺലോ ചോദിച്ചു. മോങ്സ് വാസ് സൈലൻറ്റ്, മോങ്സ് അതേക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ദ വിൽ, കണ്ടിന്യൂഡ് മിസ്റ്റർ ബ്രൗൺലോ, സ്പീക്കിംഗ് ഫോർ ഹിം, was in the same spirit as the letter. He talked of the misery of his marriage to his wife. The will, continued Mr. Brownlow, തുറന്നു പറഞ്ഞു, സ്പീക്കിംഗ് ഫോർ ഹിം. അപ്പോൾ മറ്റേ നിർത്തിയില്ല, മോങ്സ് ഒന്നും പറയുന്നില്ല. അപ്പോൾ ബ്രൗൺലോക്ക് അറിയാം, ബ്രൗൺലോ സ്പീക്കിംഗ് ഫോർ ഹിം വാസ് ദ സെയിം സ്പിരിറ്റ്, വാസ് ഇൻ ദ സെയിം സ്പിരിറ്റ്, അതേ സ്പിരിറ്റിൽ ആസ് ദ ലെറ്റർ ഹി ടോക്ഡ് ഓഫ് ദ മിസറി ഓഫ് ഹിസ് മാരേജ്, അയാൾ പറയുന്നുണ്ടായിരുന്നു, ഓഫ് ദ മിസറി, പ്രയാസങ്ങളെക്കുറിച്ചും, ഓഫ് ഹിസ് മാരേജ്, കല്യാണത്തിൻ്റെ, ഓഫ് ഹിസ് വൈഫ്, അയാളെ ഭാര്യയെക്കുറിച്ചും, ആൻഡ് എവിൾ ക്യാരക്ടർ ഓഫ് യു, മാത്രമല്ല നിൻ്റെ മോശം സ്വഭാവത്തെക്കുറിച്ചും, മോങ്സിനെ കുറിച്ചുള്ള മോശം സ്വഭാവത്തെക്കുറിച്ചും. ഹീസ് ഓൺലി സൺ, അയാളുടെ ഒരേ ഒരു മകനായിട്ടുള്ള, ഹു ഹാഡ് ബീൻ ബ്രോട്ട് അപ്പ് by your mother to hate him. കാരണം had been brought up, അയാളുടെ എൻ്റെ മദർ, അമ്മയാണല്ലോ വളർത്തിയിട്ടുള്ളത്. അതായത് ഒലിവറിൻ്റെ ഫാദറിനെ
ദേശീയമുള്ള മദറാണ് വളർത്തിയിട്ടുള്ളത് ബൈ യുവർ മദർ ടു ഹേറ്റ് ഹിം. അയാൾ വെറുക്കാൻ വേണ്ടിയിട്ടാണ് ഇവനെ വളർത്തിക്കൊണ്ടുവന്നത്. അച്ഛനെ വെറുക്കാൻ വേണ്ടിയിട്ടാണ് ഇവനെ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്, മോങ്സിനെ. ഹീ ലെഫ്റ്റ് യു ആൻഡ് യുവർ മദർ ആൻ ആനുവൽ ഇൻകം ഓഫ് £800. അയാൾ വെച്ചിട്ടുണ്ടായിരുന്നു എന്ത്, ആൻഡ് യുവർ മദർ, നിനക്കും നിൻ്റെ അമ്മയ്ക്കും വേണ്ടിയിട്ട് ആനുവൽ ഇൻകം, വാർഷിക വരുമാനമായിട്ട് ഓഫ് £800. ദ റെസ്റ്റ് ഓഫ് ഹിസ് പ്രോപ്പർട്ടി ഈ ലെഫ്റ്റ് ടു ഹിസ് ഗേൾ. ബാക്കിയുള്ള അയാളുടെ ജംഗമ വസ്തുക്കളെല്ലാം ഈ ലെഫ്റ്റ് ടു ഹിസ് ഗേൾ, അയാളുടെ പെൺകുട്ടിക്ക് വേണ്ടി മാറ്റി വെച്ചു, ആഗ്നസ്, അയാളുടെ പേര് ആഗ്നസ്, ടു ദെയർ ചൈൽഡ്, മാത്രമല്ല അതിൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. ഇഫ് ഇറ്റ് വേർ ബോൺ അലൈവ്, അത് ജീവനോട് പ്രസവിക്കപ്പെടുകയാണെങ്കിൽ. ആൻഡ് ഇഫ് ഇറ്റ് ഷോഡ് ഹിറ്റ്സെൽഫ് ടു ബി എ ഗുഡ് കൈൻഡ് ക്യാരക്ടർ. ഇങ്ങനെയും വെച്ചിരുന്നു, കാരണം മോങ്സിൻ്റെ ക്യാരക്ടർ ശരിയല്ലല്ലോ. അപ്പോൾ ഇഫ് ഇറ്റ് ഷോഡ് ഇറ്റ് സെൽഫ് ടു ബി എ ഗുഡ് കൈൻഡ് ക്യാരക്ടർ, അങ്ങനെ കാണപ്പെടുകയാണെങ്കിൽ, ഇറ്റ് സെൽഫ് ഗുഡ്, നല്ല ഒരു ദയവുറുന്ന ഒരു സ്വഭാവമായിട്ട് കാണപ്പെടുകയാണെങ്കിൽ, ദ മണി വുഡ് ഓൺലി ഗോ ടു യു. The money would only go to you, monks, and the older son. If the young turned out to be evil as you, the money would only go to you, monks. അപ്പോൾ ആ പണം മോങ്സിലേക്ക് മാത്രമേ പോവുള്ളൂ. ആസ് ദ ഓൾഡർ സൺ, അയാളുടെ പഴയ മകൻ എന്നുള്ള രീതിയിൽ. ഇഫ് ദ യങ്ങർ ടേൺഡ്, അതായത് ചെറിയ ആൾ, ടു ബി എവിൾ ആസ് യു, അതായത് മോങ്സിനെ പോലെ മോശക്കാരനാണെങ്കിൽ. അപ്പോൾ അതാണ് ഒലിവറിനെ കളനാക്കാൻ വേണ്ടിയിട്ട് ഇയാൾ പ്രത്യേക ഇൻട്രസ്റ്റ് കാണിച്ചത് അല്ലേ. മൈ മദർ സെഡ് മോങ്സ് പറഞ്ഞു, മൈ മദർ, എൻ്റെ അമ്മ, ബേൺഡ് ദിസ് വിൽ, ആ വില്ല് കത്തിച്ചു. ആൻഡ് നെവർ സെൻഡ് ദ ലെറ്റർ, ആ ലെറ്റർ ഒരിക്കലും അയക്കേണ്ടായില്ല. ദ ഗേൾ ആഗ്നസ് ലെഫ്റ്റ് ഹെർ ഹോം ഇൻ സീക്രട്ട്. ദ ഗേൾ ആഗ്നസ് ലെഫ്റ്റ് ഹെർ ഹോം, അവളുടെ വീട് വിട്ടു, ഇൻ സീക്രട്ട്, രഹസ്യമായി. സോ ദാറ്റ് ഹെർ പ്രഗ്നൻസി വുഡ് നോട്ട് ബ്രിങ് ഷെയിം ഓൺ ഹെർ ഫാമിലി. അപ്പോൾ അവളുടെ ആ ഗർഭം വിൽ നോട്ട് ബ്രിങ് ഷെയിം, അവരുടെ കുടുംബത്തിന് മാനക്കേടുണ്ടാകില്ല. ഐ സോ ടു മൈ മദർ, ഞാൻ എൻ്റെ അമ്മയോട് ഉറപ്പ് പറഞ്ഞിരുന്നു, വാഗ്ദാനം കൊടുത്തിരുന്നു. വെൻ ഷീ വാസ് ഡൈയിങ്, അവൾ മരിക്കുന്ന സമയത്ത്, ദാറ്റ് ഇഫ് ഐ എവർ ഫൗണ്ട് മൈ ഹാഫ് ബ്രദർ, ഞാൻ എപ്പോഴെങ്കിലും എൻ്റെ ഹാഫ് ബ്രദറിനെ കണ്ടെത്തുകയാണെങ്കിൽ, ഐ വുഡ് ഡു ഹിം ഓൾ ദ ഹാം, ഞാൻ എല്ലാവിധ ദ്രോഹവും അവനോട് ചെയ്യും. ആൻഡ് ആയിക്കോട്ടെ, എനിക്ക് കഴിയുന്നത്ര. ഹീ വുഡ് ഫീൽ മൈ ഹേറ്റഡ് ലൈക്ക്, എൻ്റെ ഈ വെറുപ്പ് അയാൾക്ക് അനുഭവപ്പെടും, ലൈക്ക് എ വിപ്പ് ഓൺ ഹിസ് ബാക്ക്, മുതുകിലുള്ള ഒരു കൂന് പോലെ. ഐ പെയ്ഡ് ഫാഗിൻ ടു ട്രാപ്പ് ഒലിവർ ഇൻ ടു ദ ലൈഫ് ക്രൈം. ഐ പെയ്ഡ്, ഞാൻ പൈസ കൊടുത്തു, ഫാഗിന് പൈസ കൊടുത്തു, ട്രാപ്പ് ഒലിവറിനെ കെണിയിൽപ്പെടുത്താൻ വേണ്ടി, ഇൻ ടു എ ലൈഫ് ഓഫ് ക്രൈം, ഒരു കുറ്റകൃത്യത്തിൻ്റെ ജീവിതത്തിലേക്ക്. ബട്ട് ദെൻ ഹി എസ്കേപ്പ്, പക്ഷേ അയാൾ രക്ഷപ്പെട്ടു. ആൻഡ് ദാറ്റ് സ്റ്റുപ്പിഡ് ഇൻ്റർഫിയറിങ് ഗേൾ നാൻസി ടോക്ക്ഡ് ടു യു. ആൻഡ് ദ സ്റ്റുപ്പിഡ്, വിദ്യയായിട്ടുള്ള ഇൻ്റർഫിയർ, ഇടപെടുന്ന ഗേൾ നാൻസി ടോക്ക് ടു യു, എന്നോട് പറഞ്ഞു, ഇഫ് ഐ വുഡ് ഹാഡ് ദ ചാൻസ്, എനിക്കൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ, ഐ വുഡ് ഹാവ് ഫിനിഷ്ഡ് വാട്ട് ഐ ഹാവ് ബിഗൺ, എനിക്കൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ തീർക്കുമായിരുന്നു, ഞാൻ തുടങ്ങിയത് ഞാൻ തന്നെ അവസാനിപ്പിക്കുമായിരുന്നു. മോങ്സ് സ്റ്റേഡ് അറ്റ് ഒലിവർ, മോങ്സ് ഇങ്ങനെ തുറച്ചു നോക്കി, ഒലിവറിനെ തിരിച്ചു നോക്കി. ആൻഡ് ഹിസ് ലിപ്സ് മൂവ്ഡ് ഇൻ സൈലൻറ്റ് കേഴ്സ്, അയാളുടെ ചുണ്ടുകൾ ഇങ്ങനെ ഇളകി, ഇൻ സൈലൻറ്റ് കേഴ്സ്, ഒരു നിശബ്ദമായിട്ടുള്ള ശാപവചനങ്ങൾ കൊണ്ട്. ആൻഡ് ദ ലോക്കറ്റ് ആൻഡ് ദ റിംഗ് ആസ്ക് മിസ്റ്റർ ബ്രൗൺലോ, ലോക്കറ്റും റിങ്ങും അത് ഒലിവറിനോട് പറഞ്ഞു കൊടുക്കണ്ടല്ലോ, ലോക്കറ്റ് ആൻഡ് റിംഗ് എന്ന് സംഭവിച്ചു. ആസ്ക് മിസ്റ്റർ ബ്രൗൺലോ ചോദിച്ചു. I bought them from Mr. and Mrs. Bumble. ഞാനത് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബംബിളിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചു. ഹു ഹാഡ് സ്റ്റോളൻ ദം, അവർ കട്ടെടുത്തായിരുന്നു. ഫ്രം ദ നേഴ്സിൻ്റെ അടുത്ത് നിന്ന്. ഹു ഹാഡ് സ്റ്റോളൻ ദം ഫ്രം ആഗ്നസ്, നേഴ്സാണെങ്കിലോ ആയിരുന്നു കട്ടെടുത്ത ആഗ്നസിന്, ഒലിവറിൻ്റെ മദറിൻ്റെ അടുത്ത് നിന്ന് കട്ടെടുത്താണ്. ദ ഡെഡ് ഗേൾ, മരിച്ച പെൺകുട്ടി. ഐ ഹാവ് ഓൾറെഡി ടോൾഡ് യു, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹൗ ഐ ത്രൂ ദം ഇൻ ടു ദ റിവർ, ഞാൻ എങ്ങനെയാണ് അത് പുഴയിലേക്ക് എറിഞ്ഞത് എന്ന്. മിസ്റ്റർ ബ്രൗൺലോ ടേൺ ടു റോസ്, റോസിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു. ഐ ഹാവ് വൺ മോർ തിങ് ടു എക്സ്പ്ലെയിൻ, ഹീ സെഡ് ടു ദ ഗേൾ, എനിക്കൊരു കാര്യം കൂടി വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. ഹീ സെഡ് ടു ദ ഗേൾ, ആ ഗേളിനോട് പറഞ്ഞു. ഐ ഡോണ്ട് നോ ഇഫ് ഐ ഹാവ് ദ സ്ട്രെങ്ത് ടു ഹിയർ ഇറ്റ് നൗ,
she murmured, having heard so much already. I don't know, എനിക്കറിയില്ല if I have the strength to hear it now. ഇപ്പോൾ കേൾക്കാൻ, അതായത് ഇനിയൊരു കാര്യം കൂടി പറയാണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇത് കൂടി കേട്ടിട്ട് ഇനിയും കേൾക്കാനുള്ള ശക്തി എനിക്കുണ്ടോയെന്ന് അറിയില്ല. ഷീ മർമിഡ്, അവൾ പുറപുറത്തു, ഹാവിങ് ഹേർഡ് സോ മച്ച് ആൾറെഡി, ഒരുപാട് ആൾറെഡി കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. മിസ്റ്റർ ബ്രൗൺലോ പുട്ട് ഹിസ് ഹാൻഡ് അണ്ടർ ഹെർ ആം. മിസ്റ്റർ ബ്രൗൺലോ വെച്ചു ഹിസ് ഹാൻഡ്, അയാളുടെ കൈകൾ അണ്ടർ ഹെർ ആം, അവളുടെ കൈകൾ വെച്ചു. യു ഹാവ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് കറേജ് ഡിയർ ചൈൽഡ്, നിനക്ക് നല്ല ധൈര്യമുണ്ട് ഡിയർ ചൈൽഡ്, പ്രിയപ്പെട്ട കുട്ടി. ഹി സെഡ് കൈൻഡ്ലി, ദയവോട് കൂടി അവൾ പറഞ്ഞു. ഹി ടേൺ ടു മോങ്സിനോട് പറഞ്ഞു, ഡു യു നോ ദിസ് യങ് ലേഡി സർ, ഡു യു നോ ദിസ് യങ് ലേഡി സർ, ഈ ഇപ്പോൾ ചെറുപ്പക്കാരി ആരാണെന്ന് നിനക്കറിയുമെന്ന് ചോദിച്ചു. ആരോട്? മോങ്സിനോട്. യെസ്, എനിക്കറിയാം. ഐ ഡോണ്ട് നോ യു, സെഡ് റോസ് ഫെയിൻറ്റ്ലി. ഐ ഡോണ്ട് നോ യു, എനിക്ക് നിങ്ങളറിയില്ല, സെഡ് റോസ് ഫെയിൻറ്റ്ലി. അപ്പോൾ പെട്ടെന്ന് മോങ്സിനെ അറിയാം റോസ് ആരാണ് അല്ലേ. ഐ ഡോണ്ട് നോ യു, പക്ഷെ നിങ്ങളറിയില്ല, സെഡ് റോസ് ഫെയിൻറ്റ്ലി. ഒരു അബോധമായ അവസ്ഥയിൽ റോസ് പറഞ്ഞു. ദ ഫർദർ ഓഫ് പ്രൂഫ് ആഗ്നസ് ഹാഡ് ടു, നമുക്ക് നീണ്ടു പോകുന്നുണ്ട്. ദ റെസ്റ്റ്, ദ ഫൈനൽ തിങ്, I think we will bring it in another episode.